ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കാക്കും കൂടെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ. കാക്കു 2 ദിവസത്തെ ലീവിന് വന്നതാണ് കേട്ടോ. ഇത് ഒരു ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇവാനെ മദ്രസയെ വിട്ടതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ തലേദിവസം നമ്മൾ നെസ്റ്റോയിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഈ ഒരു പാസ്ത. അപ്പോൾ അതുണ്ടാക്കിയാൽ മതി പറഞ്ഞു കാക്കു. അപ്പോൾ പിന്നെ അതാക്കാൻ വിചാരിച്ചു. ഇത് ഓഫർ പ്രൈസ് എന്തുകൊണ്ട് 2 കോംബോ പാക്കാണ്. അതിനെത്ര 130 അങ്ങനെ എന്തോ റേറ്റും തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനത്തെയൊക്കെ. അങ്ങനെ പ്രത്യേകിച്ച് കാക്കൂനാണെങ്കിലും പുട്ടേ കഴിക്കൂ ദോശ കഴിക്കൂ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. എന്ത് കൊടുത്താലും കഴിക്കും. ഇനിയിപ്പോൾ എനിക്കൊന്നും ഒന്നിനും വയ്യെന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൂപ്പർക്ക് ഒരു പരാതിയില്ല കേട്ടോ. അതിന് തന്നെ അൽഹംദുലില്ലാ എന്ന് പറയും കേട്ടോ. മക്കൾക്കാണേലും ഞാനത് ശീലിപ്പിച്ചിട്ടില്ല. ഒന്ന് കൊടുത്താൽ ഒന്ന് തിന്നായി അങ്ങനെ ഇതാക്കിയിട്ടില്ല കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ കടപ്പുറത്തൊക്കെ എന്താ ചിപ്പിയോ എന്തോ അങ്ങനെ എന്തല്ലേ ഇതിന് പറയുക, അതിൻ്റെ ഒക്കെ ഒരു ഷേപ്പായിരുന്നു കേട്ടോ. അത് നല്ല ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷേപ്പിലുള്ള പാസ്ത വാങ്ങുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ തിളപ്പിച്ചെടുത്തിട്ട് അതവിടെ വേവിക്കാനും കാര്യങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്സും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ഒരു തട്ടിക്കൂട്ട് പാസ്ത റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് വെന്ത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി സോസൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് റെഡിയാക്കുന്നത്. അധികം ഓവർ മസാല കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്നാൽ ചെറിയൊരു മസാല രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ചിക്കന് പുറത്തേക്ക് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പീസ് വിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ ആ ഒരു പീസ് ഞാൻ കട്ടാക്കിങ്ങാണ്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അത് കട്ടാക്കിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു ചിക്കൻ പൊരിച്ച എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാക്കുതാ ഇവിടെ അയാനക്കുട്ടിനെ ഡ്രസ്സൊക്കെ മാറ്റി തലയൊക്കെ വാർന്ന് കൺമഷിയും പൗഡറും മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കണ പണിയിലാണ് കേട്ടോ. രണ്ടാളും ബാക്കിലിരുന്നെങ്ങാണ്ട്. അപ്പോൾ നമുക്കിവിടെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിങ്ങാണ്ട് ഉള്ളിയൊക്കെ വഴറ്റി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിങ്ങാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ സോസും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പാസ്തയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായിട്ടുണ്ടാകുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു ഷേപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാസ്ത വാങ്ങുന്നത്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ചിക്കനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഒരു ഇളം ചൂട് കൊടുക്കുന്ന, നല്ല ചൂട് കൊടുക്കാനല്ല, പറ്റ തണിയാനും പാടില്ല കേട്ടോ. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇവ മദ്രസ വിട്ട് വന്നിട്ടില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചിങ്ങാണ്ട് നമ്മളിതാ കഴിക്കണം. അയാനക്കുട്ടിൻ്റെ കണ്ണൊക്കെ കാക്കും അല്ല കഥകളിക്ക് പോകും പോലെ മുകളിലും താഴെയൊക്കെ വാലിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. കാക്കു വന്നതിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ. വെറുതെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടും മുറ്റത്ത് കൂടിയോ സിറ്റൗട്ട് പോയിരുന്ന് വർത്താനം അങ്ങനെ ഇരിക്കും കേട്ടോ. മക്കളും തന്നെ അതേപോലെ തന്നെയാണ്. എല്ലാവരും കൂടെ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞങ്ങാണ്ടിരിക്കും കേട്ടോ. ഒരു പണി എന്ന് പറയുന്നത് നടക്കൂല. ഒന്നിനൊന്നിനും ടൈം കിട്ടാത്ത മാതിരി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ന് വിചാരിച്ചൊന്നും തീയൊന്നും കത്തിക്കണില്ല, ഗ്യാസിൽ തന്നെ പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ടാകും. തലേ ദിവസം അടുപ്പ് കത്തിച്ചപ്പോൾ ചൂടായത് കാരണം കറിയൊക്കെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ചൂടായത് കാരണം തുടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഉരച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചോറിനുള്ളത് ഞാൻ ഈസി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ നമ്മൾ 2 ദിവസം മുമ്പ് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കഴുകി വൃത്തിയാക്കി കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാക്കുണ്ടാകുമ്പോഴാണ് കേട്ടോ ഇവിടെ കറിയൊക്കെ അത്ര അധികം ചിലവാകുക. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച കുമ്പളങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഹെൽപ്പിന് കാക്കും കൂടെ വന്നിട്ടുണ്ട്. തേങ്ങ ചിരകി തരുമോ എന്ന് ചോദിച്ചപ്പോൾ
എന്താ എന്തിനാ ചിരകണത്, കട്ടാക്കിയാൽ മതി പറഞ്ഞങ്ങാണ്ട് മൂപ്പര് എളുപ്പപ്പണി എടുക്കുന്നുണ്ട് കേട്ടോ. കട്ടാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ അതാ കുമ്പളങ്ങ കറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയും തക്കാളി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് വേവിക്കാൻ വെക്കുകയാണ്. പുളി ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. അങ്ങനെ അതൊക്കെ കുക്കറിലിട്ടതിന് ശേഷം ഇനിയിപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാക്കത് അവിടെ തേങ്ങ പുടും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് ഉള്ള ലഞ്ചാണ് കേട്ടോ റെഡിയാക്കുന്നത്. മിനിയാന്ന് മന്തി വെച്ചു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം മന്തി കുറച്ച് ബാക്കി വന്നത് പിറ്റേ ദിവസവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. പിന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി കാക്കു കഴിക്കൂല കേട്ടോ. കാക്കുവിന് വൊമിറ്റിങ് വരും മത്തി കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ മത്തി ആയിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല മീൻ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, തേങ്ങയ്ക്കുള്ള ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ മൂപ്പരത് അരച്ച് തരും. അങ്ങനെ കിച്ചണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ആണെങ്കിലും എല്ലാ പണികൾക്കും കൂടി ഒപ്പം കൂടി തരും കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇവ ഒരു പരാതി കൊണ്ട് വരും, അയാനെക്കുട്ടി ഒരു പരാതി കൊണ്ട് വരും. കാക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓരുടെ പരാതി കത്തുകളൊന്നും തീരൂല കേട്ടോ. മിനിറ്റിന് പരാതിയായിരിക്കും. അപ്പം അങ്ങനെ പിന്നെ അവിടെ പരാതി തീർക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെ ഞാൻ തന്നെ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് അപ്പോഴേക്കും കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ ഞാൻ ജസ്റ്റ് കുക്കറിൽ ഇട്ടു എന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം ഗ്യാസ് അധികം കത്തണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ അങ്ങ് വെന്ത് കിട്ടിക്കോളുമല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അത് ഒന്നുകൂടി കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ കറി ഒന്നും അധികം പണിയുള്ള കറിയൊന്നുമല്ല. പക്ഷേ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഇവിടെ അധികം ഒന്ന് ആർക്കും വേണ്ടി വരില്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ വെക്കാത്തത്. ഇന്നിപ്പോൾ കുറച്ചധികം വെച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് തറവാട്ടിൽക്കും കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വരുവോളം ഒന്ന് വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം കുക്കർ വാങ്ങിയിട്ട് ഇനി അതൊന്ന് വറവിട്ട് എടുക്കുകയാണ്. കടുകും കറിവേപ്പിലൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് വറവാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ തലേദിവസം മന്തി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ ലിവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലിവറുകളൊന്നും ഞാൻ മന്തിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാനും കഴിക്കൂല, മക്കളും കഴിക്കൂല. അപ്പോൾ കാക്കുണ്ടാകുമ്പോഴേ അത് ചിലവാകുള്ളൂ. അപ്പോൾ ആ ലിവർ മാത്രം എടുത്തുങ്ങാണ്ട് എന്താ പറയുക, ഒരു വരട്ടി പോലെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ കാക്കുവിനും. പിന്നെ ഉപ്പാക്കും കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. തറവാട്ടിൽ ഉപ്പാക്കും കൊടുക്കാൻ വിചാരിച്ചു. ഉമ്മയും കഴിക്കൂല കേട്ടോ. ഉമ്മ ചിക്കന്, മുട്ട, പാല് അതൊന്നും ഉമ്മ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഉപ്പാക്കും കാക്കുവിനും കൊടുക്കാൻ വിചാരിച്ചു. ഒരു രണ്ടുപേരും കഴിക്കും. അപ്പോൾ അതും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ കടുകും കറിവേപ്പില ഇട്ടുങ്ങാണ്ട് ഇതൊന്ന് വറവിട്ടുങ്ങാണ്ട് അതവിടെ മാറ്റി വെക്കട്ടെ. കുമ്പളങ്ങക്കറിയും അതുപോലെ ഉണക്കമീൻ പൊരിച്ചതും പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണെങ്കിലും ഒക്കെ നല്ല കൂട്ടാനൊക്കെ കൂട്ടിങ്ങാണ്ട്, ഉപ്പേരികളോ കൂട്ടാനോ അങ്ങനത്തെയൊക്കെ കൂട്ടിങ്ങാണ്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൂർക്ക ഉണ്ട്. അപ്പോൾ ഞാൻ കൂർക്ക വെക്കാമെന്നപ്പോൾ പറഞ്ഞു എനിക്ക് കൂർക്ക വെറുതെ വെച്ചിങ്ങാണ്ട് തൂമിച്ചിട്ട് കഴിക്കണതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. പക്ഷേ കാക്കുവിന് അതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോഴാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിൽ കൂടി വേറെ ഇടാൻ ഒന്നുമില്ലെങ്കിൽ ഇറച്ചിയും കൂർക്കയും വെക്കണം, അങ്ങനെ വെക്കണം. അപ്പോൾ ഇല്ല, അല്ലെങ്കിൽ പിന്നെ ഇടിച്ചക്കയും കൂർക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണേ കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു കൂർക്ക വേണ്ട, ഞാൻ കുറേ നേരം ഇരുന്നിട്ട് എൻ്റെ മണിക്കൂർ അങ്ങനെ പോകും, ഇനി ഉണ്ടാതിരുന്നാൽ ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം അടുക്കളയിൽ ഇങ്ങനെ നിന്ന് തിരിയണത് അതിനോടൊന്നും വലിയ താല്പര്യമല്ല കേട്ടോ. എളുപ്പം പണി കഴിച്ചാൽ അതിനിപ്പോൾ ഒരു പപ്പടം പൊരിച്ചിട്ട് ചോറ് കഴിച്ചാലും വേണ്ടില്ല, പണികൾ എളുപ്പം കഴിഞ്ഞങ്ങാണ്ട് അടുക്കളയിൽ നിന്ന് പോരണം കേട്ടോ. അങ്ങനെയാണ് മൂപ്പർക്ക് ഇഷ്ടം. അപ്പോൾ അതാ ഉണക്കമീനെ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ലിവർ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിവറൊക്കെ ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വെക്കും കേട്ടോ, പക്ഷെ ഞാൻ കഴിക്കൂല. ഞാൻ അഥവാ എങ്ങാനും ചിക്കൻ കടിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ എങ്ങാനും ലിവർ ഞാൻ കടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഞാൻ പിന്നെ ഛർദ്ദിച്ചാൽ വന്നിട്ടും എന്തൊക്കെ പാടിയെന്നറിയില്ല. എത്ര വായ കഴുകിയാലും എനിക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ വായിൽ നിന്ന് പോവാത്ത പോലെയാണ്. അത്രത്തോളം ഇഷ്ടമല്ലാത്തൊരു സാധനം വേറെ എല്ലാതും അറിയില്ലേ, അതേപോലെയാണ് കേട്ടോ എൻ്റെ മക്കൾക്കും. ഇവൻ തന്നെ അയാനെക്കുട്ടിയും തന്നെ രണ്ടാളും അറിയാണ്ടെങ്ങാനും കടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഓൽക്ക് തുപ്പിയിട്ടും എന്തൊക്കെ വായന്ന് എത്ര വട്ടം കഴുകിയാലും എൻ്റെ അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. അയാനെക്കുട്ടിക്കൊന്നും ശരിയാവുന്നേ ചെയ്യൂല കേട്ടോ. അതെങ്ങനെയാണ് എൻ്റെ അതേപോലെ മക്കൾക്കും ആയി എന്നുള്ളത് അറിയില്ല കേട്ടോ. ചിലത് ഫുഡിൻ്റെ കാര്യങ്ങളും ചിലപ്പോൾ ഒക്കെ നമ്മളുടെ പാരമ്പര്യം കിട്ടുമെന്ന് അറിയണത് വെറുതെ എന്നല്ല.
അങ്ങനെ ഇതാ ലിവർ ഇവിടെ ഏകദേശം വറ്റി വരാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ സെറ്റാവും കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമല്ലോർക്ക് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല വരട്ടി എടുത്തിട്ടുള്ള ലിവർ വരട്ടിയത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല, ഞാൻ കഴിക്കൂല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ലിവറൊക്കെ നല്ല സെറ്റായിട്ട് അതിന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കാക്കു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ നല്ല കുറുകി, ഇതൊക്കെ നല്ല പൊറോട്ടയ്ക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ലിവർ ഇഷ്ടമുള്ളവർക്കൊക്കെ പൊറോട്ടയും ലിവർ വരട്ടിയതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി. ഇത് നോൺ സ്റ്റിക്കാണ്, പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലും ഞാനങ്ങനെ ചട്ടി വാങ്ങാണ്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാക്കുവിൻ്റെ കണ്ണിൽ ഇത് പെട്ടപ്പോൾ കാക്കു പറഞ്ഞു ഈ കുറേ ആയിരുന്നില്ലേ പറയലോ. കാരണം എനിക്ക് ഉണ്ണിയപ്പത്തിനോട് അങ്ങനെ ക്രേസൊന്നുമില്ല കേട്ടോ. കിട്ടിയാൽ കഴിക്കും അത്രേ ഉള്ളൂ. പക്ഷെ കാക്കുവിന് അങ്ങനെയല്ല, എത്ര കിട്ടിയാലും എപ്പോൾ കിട്ടിയാലും കഴിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാക്കി തരുമെന്ന് പറയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂപ്പരുടെ കണ്ണിൽ ഈ ചട്ടി പെട്ടപ്പോൾ തന്നെ ഇത് ഒന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുറേയില്ലേ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ചട്ടി വാങ്ങാനായിരുന്നു കേട്ടോ പൂതി. സാധാ നമ്മളുടെ നോൺ സ്റ്റിക്കിൻ്റെ വേറെ എന്തെങ്കിലും ഒരു ചട്ടി വാങ്ങാനായിരുന്നു പൂതി. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇത് വാങ്ങാം, അത് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ വാങ്ങിച്ചതല്ലേ, ആൾ നാട്ടിലും ഉണ്ടല്ലോ, ഇനി നാളെ പോവുകയും ചെയ്യും കേട്ടോ. ഐ മീൻ ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വരുന്ന അന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും നാളെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കുകയെന്ന്. അങ്ങനെ ഒരുപാട് നേരം കൂട്ടി വെക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അരച്ച് അങ്ങനെ ഉണ്ടാക്കുകയെന്ന് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊങ്ങി വന്നിട്ടില്ല, പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചട്ടി വെച്ചിങ്ങാണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ പൊരിക്കാത്ത ഉണ്ണിയപ്പത്തിന് ഉണ്ണിയപ്പം എന്ന് പറയില്ല കേട്ടോ. അങ്ങനെയുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ എണ്ണ അല്ലാണ്ട് ഒരു ഉണങ്ങിയ പോലെയൊക്കെ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴല്ല ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ എന്നൊന്നും എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടുണ്ടാക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, യൂസ്ഫുള്ളാണ് കേട്ടോ. ചട്ടിയൊക്കെ നേരെ ഗ്യാസിലിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമായിട്ടോ ചട്ടി. അപ്പോൾ ഞാൻ ഷോർട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്ര സൂമാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മളുടെ ഉണ്ണിയപ്പം ചുടലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇവാനെ സ്കൂള് മാറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ എന്താ സ്കൂള് മാറ്റണേ വിചാരിക്കണ്ട. ആളുടെ മദ്രസയിൽ ഇപ്രാവശ്യമാണ് ആളെ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മദ്രസയിൽ ചേർത്തപ്പോൾ 8:30 ആളെ 9 മണിക്ക് മദ്രസ വിടുള്ളൂ. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോവണമെങ്കിലും 8:30 ഞാൻ നമ്മുടെ മദ്രസക്ക് അത്യാവശ്യം ദൂരം പോകാണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ആളെ വിളിച്ച് വന്ന് പിന്നെ 9 മണിയാകുമ്പോഴേക്കും വണ്ടിയും വരും. അപ്പോൾ എത്തൂല കേട്ടോ. രണ്ടും പാട് എനിക്ക് എത്തൂല. ഓളെ പോയി കൊണ്ടുവന്ന് ഇവിടുന്ന് പിന്നെ എന്തെങ്കിലും കഴിച്ച് പോകേണ്ട ഒരു ടൈമില്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്കൂൾ മാറ്റാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്കൂളിലാണ് ആക്കുന്നത്. ഒരു 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും കേട്ടോ സ്കൂളിലോട്ട്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചങ്ങാണ്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്കൂളിലാണ് കേട്ടോ ചേർക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്. CBSE അല്ല, ആൾ പഠിച്ചിരുന്നത് CBSE ആയിരുന്നു. ഇത് CBSE അല്ല, പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് കേട്ടോ. സ്കൂള് കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ച ടൈമിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ കുറേ കാക്കുവിനോട് ഞാനില്ല ഞങ്ങൾ പോയാൽ മതി ഓളയും കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാക്കുവിന് പോകാനില്ല, നീ പോരൂല്ലെങ്കിൽ ഞാനും പോകൂല, എന്നാൽ ചേർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടേക്ക് പോകുകയാണെങ്കിലും ബാക്കിൽ സീറ്റിൽ നമ്മൾ വേണം കേട്ടോ, എന്നാലേ പോകുള്ളൂ. അപ്പോൾ പിന്നെ ഒക്കെ അവിടെ വേഗം ഒരുക്കിങ്ങാണ്ട് മക്കളെയും കുളിപ്പിച്ചിങ്ങാണ്ട് ഫുഡും കഴിച്ച് അങ്ങനെ പോന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ അവിടുന്ന് പിന്നെ എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ ചേർത്തിട്ട് അതുവറ്റം വന്നതല്ലേ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടിലും കൂടെ ഒന്ന് വരാൻ വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ. നമ്മളൊക്കെ നടന്നിട്ടാണ് സ്കൂളിലോട്ട് പോയിരുന്നത്. അത്യാവശ്യം നടക്കാനുണ്ടോ ചോദിച്ചുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴൊക്കെ ബസ് കുട്ടികൾ ആരെങ്കിലും നടന്ന് പോകുമോ ഇത്ര ദൂരമൊക്കെ, ബസ്സിലല്ലേ പോവുക. അപ്പോൾ അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഉപ്പയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഉപ്പയൊക്കെ പണിക്ക് പോയിട്ടുണ്ടാകും. ഉമ്മയും അനിയനും ഉണ്ടാവും കേട്ടോ, കുഞ്ഞിപ്പ ഉണ്ടാവും. അപ്പോൾ അയാനെക്കുട്ടി വായും ഇവിടെ വന്നാൽ പിന്നെ ഇവിടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് ഹാപ്പി
ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ്. അപ്പോൾ കുഞ്ഞിപ്പോൾ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിങ്ങാണ്ട് ഓനെ വെറുപ്പിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇതാ വെള്ളമൊക്കെ കലക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടാകും കേട്ടോ. നമ്മളവിടെ എത്തിയേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഉമ്മ പൂവടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ നാത്തൂൻ്റെ കൂടെ ഒന്ന് പോയി, നാത്തൂൻ്റെ മോളോടെ ഒന്ന് പോയി. പിന്നെയാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ വന്നിട്ടാണ് ഒരു 7 മണി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഉണ്ണിയപ്പവും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.